Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാക്രോ ഫോട്ടോഗ്രാഫി എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം, അതേപോലെ ഫോട്ടോഗ്രാഫി എങ്ങനെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലൊക്കെ പല ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴും പലരും ചോദിക്കും ഈ ഫോട്ടോസൊക്കെ എങ്ങനെ എടുത്തതാണ്, ഏത് ലെൻസ് വെച്ചെടുത്തതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്, എങ്ങനെ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാമെന്നുള്ളത്. ഞാൻ മാക്രോ ലെൻസുകളൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെയും. മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാറുള്ളത് തന്നെ 85-135 ലെൻസ്, അതേപോലെ തന്നെ 30mm ലെൻസിലെ 50mm ലെൻസ്, ഇതേപോലുള്ള നോർമൽ ലെൻസുകൾ, കിറ്റ് ലെൻസുകൾ, ഇതേപോലുള്ള ലെൻസുകൾ വെച്ചാണ് ഞാൻ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാറുള്ളത്. ഇതെടുക്കുന്നതിന് ഞാൻ കുറച്ച് അഡാപ്റ്ററുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ അഡാപ്റ്ററുകൾ വെച്ചൊക്കെയാണ് ഞാൻ വീഡിയോ ആയാലും മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്നത് ഈ അഡാപ്റ്ററുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ കെനോണിൻ്റെ 80x55 എന്ന് പറഞ്ഞ ലെൻസിൽ ഞാൻ റിവേഴ്സ് റിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. അത് എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ അതിൽ നിന്ന് മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിനുവേണ്ടി ഒരു അഡാപ്റ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സോണിയുടെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഈ സോണിയുടെ ക്യാമറയിൽ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കെനോൺ ലെൻസുകൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 2 എക്സ്റ്റൻഷൻ ട്യൂബുകളാണ്. ഇത് ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ട്യൂബുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർവേയുടെ 60mm ഒരു അഡാപ്റ്ററുണ്ട്, അതേപോലെ നോർവേയുടെ 10mm ഒരു അഡാപ്റ്റർ. ഈ 2 അഡാപ്റ്ററാണ് ഞാൻ സോണി ക്യാമറകളിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. സോണി ലെൻസ്, നോർമൽ ലെൻസുകളിലൊക്കെ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് സാധിക്കുന്ന മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ കെനോൺ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ എക്സ്റ്റൻഷൻ ട്യൂബാണ്, ഇത് നോർമൽ എക്സ്റ്റൻഷൻ ട്യൂബാണ്. ഇത് ഊരിട്ട് പല പാർട്സുകളാണിത്. ഇതേപോലുള്ള എക്സ്റ്റൻഷൻ ട്യൂബുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിഗ്മയുടെ MC11 എന്ന് പറഞ്ഞൊരു അഡാപ്റ്ററാണ്. ഇതിന് ഏകദേശം ഇന്ത്യൻ പ്രൈസ് നോക്കുവാണെങ്കിൽ 18,000 രൂപ അടുത്ത് വില വരുന്നൊരു അഡാപ്റ്ററാണ്. ഇത് വെച്ച് കെനോണിൻ്റെ ഏത് ലെൻസും സോണി ക്യാമറയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ കെനോണിൻ്റെ 18x55 റിവേഴ്സ് റിംഗ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു ലെൻസ് മൗണ്ട് ചെയ്യുന്നത് ഈ ഒരു വശം വെച്ചായിരിക്കും. ഇതിനു പകരം റിവേഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് അത്രയും എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫ് ഈ ഒരു ലെൻസ് വെച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചെറിയൊരു അഡാപ്റ്റർ വെച്ചാണ് ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇടുന്നത്. ഫസ്റ്റിൽ ഇതിന് ഏകദേശം ഒരു 400 രൂപ 500 രൂപ വില വരുന്ന ഒരു അഡാപ്റ്ററാണിത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് MC11 അഡാപ്റ്റർ ഇതിലേക്ക് കയറ്റിയിടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ക്യാമറയുടെ മൗണ്ടിലേക്ക് കയറ്റി ഇടാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വശം പൊടിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്, വെള്ളം കയറാൻ സാധ്യതയുണ്ട്, അങ്ങനെ ലെൻസ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരു അഡാപ്റ്റർ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സേഫ്റ്റി ഒരു കവർ പോലൊരു ഇതാണ്. അത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലെൻസ് ഇങ്ങനെ ആയിട്ടുണ്ട്. റിവേഴ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ റിവേഴ്സിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ക്യാമറ മോഡിലേക്ക് ഞാൻ ഈ ഒരു MC11 അഡാപ്റ്റർ വെച്ചിട്ട് കെനോണിൻ്റെ ലെൻസ് ഇടുകയാണ്. ഇങ്ങനെയായിരിക്കും ഈ ഒരു മൗണ്ട് വരുന്നത്. ഇപ്പോൾ റിവേഴ്സിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാക്രോ ചിത്രങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ഇത് വെച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് മാനുവലായിട്ട് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് ഓട്ടോ ഫോക്കസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. അതുകൊണ്ട് മാനുവലായിട്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്ത് ഫോട്ടോ എടുക്കേണ്ടി വരും. അതേപോലെ നോർവേയുടെ 60mm ഒരു അഡാപ്റ്ററാണ്. അത് ഡയറക്റ്റ് കയറ്റിയിട്ടു. അതേപോലെ 10mm ഒരു അഡാപ്റ്ററാണ്. ഇങ്ങനെ അഡാപ്റ്റർ 2 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെൻസ് ഇതിൽ മൗണ്ട് ചെയ്താൽ മതി. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് 80x135 ലെൻസാണ്. ഇത് അത്യാവശ്യം നല്ല മാക്രോ ഫോട്ടോഗ്രാഫി ഫുൾ സൂമിലിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നേരെ മൗണ്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഒരു വലിപ്പം വരുന്നുണ്ട് ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഇത് ഇട്ട് കഴിയുമ്പോൾ. നല്ല വെയിറ്റും ഉണ്ട് ഇതിനിപ്പം. ഇപ്പോൾ ഇത് വെച്ച് സൂം ചെയ്തിട്ട് നല്ല ചിത്രങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ കെനോണിൻ്റെ ലെൻസ് ഇതിൽ ഇട്ടിട്ട് ഇതിൽ മൗണ്ട് ചെയ്യുകയാണ്. ഇതിൽ എക്സ്റ്റൻഷൻ ട്യൂബ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ലെൻസ് ഫ്രണ്ട് വശം ഇതിന് ഊരിയിട്ടുണ്ട്, റിവേഴ്സ് ചെയ്തേക്കുന്ന വശം ഊരിയിട്ടുണ്ട്.
ഇതിലേക്ക് മൂന്ന് എക്സ്റ്റൻഷൻ ട്യൂബാണ്. ഒരെണ്ണം ഉണ്ട്, ഇതിനകത്ത് തന്നെ 2 എക്സ്റ്റൻഷൻ ട്യൂബ് കൂടിയുണ്ട്. ഇതുകൂടി ഇതിനകത്ത് മൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വലിപ്പം വന്നിട്ടുണ്ട്. ഇതിലേക്ക് കനോണിൻ്റെ ലെൻസ് മൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വലിപ്പം വന്നിട്ടുണ്ട്. കനോണിൻ്റെ ലെൻസ് ഈ ഒരു സോണിയുടെ ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇത് റിവേഴ്സ് റിങ്ങിൽ എടുക്കുന്ന ചിത്രങ്ങൾ എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിയുടെ കണ്ണുകൾ, അതേപോലെ അതിൻ്റെ കാല്, അതൊക്കെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഈ ഒരു ലെൻസ് വഴി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഓട്ടോ ഫോക്കസിങ് വരുന്നതല്ല, അതിന് മാനുവലായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ലൈറ്റ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ മാക്സിമം ലൈറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓട്ടോ എക്സ്ട്രക്ഷൻ ട്യൂബുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ജീവിയെ കാണുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ കറക്റ്റായിട്ട് എവിടെയെങ്കിലും സ്റ്റേബിളായിട്ടുള്ള ഒരു ട്രൈപോഡോ അതേപോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഷേക്കാകും, നമുക്ക് കറക്റ്റ് ചിത്രം കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ എടുക്കുന്ന ചിത്രം ബ്ലറായി പോകും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഈ ഒരു ലെൻസ് വെച്ച്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്റ്റാൻഡോ അതേപോലുള്ള എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് തന്നെ അങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ കനോണിൻ്റെ ലെൻസ് ഇട്ടാണ് ഞാൻ റിവേഴ്സ് റിംഗ് ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് കിട്ടുന്നതിനകത്ത്. ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് കയ്യിൽ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ജീവിയെ പെട്ടെന്ന് അത് എഴഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോകേണ്ടി വരും. അന്നേരം അത് കറക്റ്റായിട്ട് ഫോക്കസിങ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പതുക്കെ മൂവ് ചെയ്തൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ മാനുവലായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഓട്ടോ എക്സ്റ്റൻഷൻ ട്യൂബ് വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സോണിയുടെ 18-135 ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ന്യൂർവയുടെ 2 എക്സ്റ്റൻഷൻ ട്യൂബുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 10mm 60mm 2 എക്സ്റ്റൻഷൻ ട്യൂബുകളാണിത്. അപ്പം ഇതിനകത്തുള്ള വീഡിയോസ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുക്കുന്നതാണ്. ഇതിപ്പോൾ ഓട്ടോ ഫോക്കസിലാണ്. അന്നേരം ഓട്ടോ ഫോക്കസിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്യാൻ, പൂക്കളുടെ ആയാലും അതേപോലെ ഓരോ ചിത്രങ്ങളൊക്കെ എടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒറ്റ എക്സ്റ്റൻഷൻ ട്യൂബൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ വൈഡായിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 2 എക്സ്റ്റൻഷൻ ട്യൂബ് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത്. ഓട്ടോ ഫോക്കസിങ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്രാണിയോ അതേപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വഴുതനത്തിൽ ഒരു ചെറിയൊരു വണ്ട് പോലെ എന്തോ വന്നിരിപ്പുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഇപ്പോഴുള്ള എക്സ്റ്റൻഷൻ ട്യൂബുകൾക്കൊക്കെ വലിയ പ്രൈസൊന്നും വരത്തില്ല. ഏകദേശം ഒരു 2000 രൂപ 2500 രൂപയ്ക്കകത്തൊക്കെ ഈ ഇതേപോലുള്ള എക്സ്റ്റൻഷൻ ട്യൂബുകൾ വാങ്ങി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ലൊരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു മാക്രോ ലെൻസുകളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ ഒരു 30,000 രൂപ അതിന് മുകളിലോട്ടാണ്. 1 ലക്ഷം രൂപ വരെയൊക്കെയുള്ള 1-2 ലക്ഷം രൂപയുടെയൊക്കെ ലെൻസുകളുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പെൻസായിട്ടുള്ള ലെൻസുകൾ വാങ്ങുന്നതിൽ നല്ലത് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്
പെട്ടെന്ന് ഇതേപോലുള്ള എക്സ്റ്റൻഷൻ ട്യൂബുകൾ വെച്ച് നല്ല മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ നല്ല വീഡിയോഗ്രാഫി ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ എക്സ്റ്റൻഷൻ ട്യൂബുകൾ വാങ്ങിയാൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ലെൻസാണോ അതിൽ വെച്ചിട്ട് നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ കനോണിൻ്റെ റിവേഴ്സ് റിംഗ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ അഡാപ്റ്ററുകൾ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന എക്സ്ട്രീമായിട്ടുള്ള ക്ലോസ് ഷോട്ടുകളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.